സന്ധ്യാസമയം. സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. കാറ്റിലുലയുന്ന കാട്ടുമരച്ചില്ലകൾ എന്തോ രഹസ്യം മന്ത്രിക്കുന്നത് പോലെ. കരിയിലുകൾക്കിടയിലൂടെയുള്ള ആ ചെറിയ നടപ്പാത അവസാനിക്കുന്നത് കാവിൻ്റെ ഇരുണ്ട ചൈതന്യത്തിലേക്കാണ്. ചില ഇടങ്ങളുണ്ട്, കാറ്റും വെളിച്ചവും പോലും അനുവാദം ചോദിച്ചു കടന്നു ചെല്ലുന്ന ഇടങ്ങൾ. അവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വൻമരങ്ങൾക്കും വള്ളിപ്പടർപ്പുകൾക്കും നടുവിൽ ഒരു മതിൽക്കെട്ട്. ആ മതിൽക്കെട്ടിനുള്ളിൽ മൺചരാതുകളിൽ മുനിഞ്ഞു കത്തുന്ന വെളിച്ചത്തിൽ ധർമ്മദൈവങ്ങൾ ജാഗ്രതയോടെ ഇരിക്കുന്നു. അത് വെറും കല്ലുകളല്ല, ഒരു കുലത്തിൻ്റെ മുഴുവൻ വിശ്വാസവും സംരക്ഷണവും നീതിയുമാണ്. ഇരുട്ടിൻ്റെ മറവിൽ അവർ ഉണർന്നിരിക്കുന്നു, കുലധർമ്മം തെറ്റാതെ കാക്കാനും വരും തലമുറകൾക്ക് തണലാകാനും. ആ മതിൽക്കെട്ടിനുള്ളിലെ മണലിന് പോലും ഒരു നിഗൂഢമായ ഗന്ധമുണ്ട്, ഭക്തിയുടെയും അധികാരത്തിൻ്റെയും മണം. ഇതിനെല്ലാം മുകളിലായി അധികാരത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും അവസാന വാക്കായി തറവാട്ടിലെ നിലവറയ്ക്കുള്ളിൽ കുടിയിരിക്കുന്ന ഭുവനേശ്വരി ദേവിയും. ജീവിത പ്രാരാബ്ധങ്ങൾക്കും തിരക്കുകൾക്കുമിടയിൽ ശ്രദ്ധയില്ലാതെ കുലാചാരങ്ങൾ മുടങ്ങി ശോച്യാവസ്ഥയിലായിക്കൊണ്ടിരുന്ന തറവാടും കാവും. കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് തറവാടും കാവും നവീകരിച്ചു, വിളക്കു തെളിയിച്ചു. മുടങ്ങിക്കിടന്നിരുന്ന കുലാചാരങ്ങൾ വീണ്ടും ആരംഭിച്ചു. വർഷാവർഷം ഇതേ സമയത്ത് എല്ലാവരും ഒത്തുകൂടാനും ആചാരങ്ങൾ മുടക്കമില്ലാതെ തുടർന്നു പോകാനും വ്യവസ്ഥയുണ്ടാക്കി. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് കുടുംബാംഗങ്ങൾ മടങ്ങുന്ന നേരം അവരുടെ കാതുകളിൽ ഒരു ശബ്ദം മുഴങ്ങി: നിങ്ങൾ എവിടെയായിരുന്നാലും വർഷത്തിൽ ഇതേ ദിവസം ഇവിടെ ഒത്തുകൂടണം. തറവാടും കാവും അടിച്ചു തെളിച്ച് വിളക്ക് വയ്ക്കണം. കുലാചാരങ്ങൾ പതിവ് പോലെ നടത്തണം. ദുഃഖാവസ്ഥയിലും സുഖാവസ്ഥയിലും ഞങ്ങളെയൊന്ന് സ്മരിക്കണം. അത്രയും മതി. ഞങ്ങൾ നിങ്ങളെ കാത്തുകൊള്ളാം, വേരറ്റു പോവാതെ.